എല്ലാവർക്കും നമസ്കാരം. നോ യുവർ ലീഡർ എന്ന പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എ നിസാറുദ്ദീൻ സാറാണ്. സാറിന് ഈ പരിപാടിയിലേക്ക് ഹാർദവമായ സ്വാഗതം. ചെറുകിട വ്യവസായങ്ങളുടെ പ്രശ്നങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അതിന് പരിഹാരം കാണുക, ചെറുകിട വ്യവസായ സംരംഭങ്ങൾക്കുള്ള വിവിധ സ്കീമുകളെ പറ്റിയും പദ്ധതികളെ പറ്റിയും സംരംഭകർക്ക് പരിചയപ്പെടുത്തുകയും അവ നേടിയെടുക്കാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന വ്യവസായികളുടെ കൂട്ടായ്മയാണ് KSSIA എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ. KSSIയുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റ്, സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി, ട്രഷറർ, വൈസ് പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ അലങ്കരിച്ച ശേഷമാണ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സാർ എത്തിയത്. ഇന്ന് നമ്മോടൊപ്പമുള്ള നിലവിലെ പ്രസിഡന്റ് ശ്രീ എ നിസാറുദ്ദീൻ സാർ കശുവണ്ടി മര വ്യവസായ രംഗങ്ങളിൽ 6 ഉൽപാദന യൂണിറ്റുകളുള്ള മികച്ച ഒരു സംരംഭകൻ കൂടിയാണ്. തൻ്റെ ബിസിനസ് ജീവിതത്തെക്കുറിച്ചും സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചറിയാം. സംരംഭകർക്ക് പ്രചോദനം നൽകുക, KSSI പോലുള്ള സംഘടനകളുടെ പ്രാധാന്യം മനസ്സിലാക്കുക എന്നിവയാണ് ഇതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. വെൽക്കം സർ. നമുക്ക് സംസാരിച്ചോടാം. തുടക്കം നന്നായാൽ ഒടുക്കം നന്നായി എന്നാണല്ലോ. അപ്പോൾ സാറിൻ്റെ തുടക്കം മര വ്യവസായ മേഖലകളിൽ നിന്നാണ്. എങ്ങനെയാണ് സാർ ആ ഒരു പ്രത്യേകിച്ച് ഈ വുഡ് ഇൻഡസ്ട്രിയിലേക്ക് സാർ എങ്ങനെയാണ് എത്തിയത്? അതിനുള്ള പ്രചോദനം എന്തായിരുന്നു? 1986 കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് കുറച്ച് നാള് ഫർണിച്ചർ മേഖലയുമായിട്ട് ബന്ധപ്പെടുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി 88 ഒക്ടോബർ 1 ഫർണിച്ചർ രംഗത്തേക്ക് കടന്നു വരികയാണ് ചെയ്തത്. ആ ഫർണിച്ചർ രംഗത്ത് കടന്നു വന്നതിന് ശേഷം 92 എൻ്റെ വിവാഹം, അതിനുശേഷം ഒരു പ്രിന്റിംഗ് പ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഫർണിച്ചർ മേഖലയിൽ വന്നപ്പോൾ അന്ന് സാമൽ രംഗങ്ങൾ കൊല്ലം ജില്ലയിൽ വളരെ സജീവമായിരുന്നു. അങ്ങനെ ഫർണിച്ചറിനുമായിട്ട് ബന്ധപ്പെട്ട് 1997 നാസൂഡ് ഇൻഡസ്ട്രീസ് എന്ന നാമധേയത്തിൽ ഒരു സാമിൽ ആരംഭിക്കുകയുണ്ടായി. ഫർണിച്ചറിൻ്റെ കൂടെ തന്നെ അതായിരുന്നു നമ്മുടെ ആദ്യത്തെ തുടക്കം. അത് തന്നെയായിരുന്നു. അത് ഫർണിച്ചറും സ്റ്റീൽ ഫർണിച്ചറും അതേപോലെ സാമിൽ മരാധിഷ്ഠിത വ്യവസായങ്ങൾ നമ്മുടെ കെട്ടിടങ്ങൾക്ക് ഉള്ള നിർമ്മിതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് വരുന്നത്. അന്ന് നമുക്ക് ഫോറസ്റ്റിൻ്റെ ഉൾപ്പെടെയുള്ള മരങ്ങൾ സുലഭമായി കിട്ടുകയും ചെയ്യാമായിരുന്നു. എന്നാൽ തുടക്കം ഈ ഫർണിച്ചർ ആയതുകൊണ്ട് ആ മേഖലയായിട്ട് ബന്ധപ്പെട്ടൊരു സാമിലേക്ക് നീങ്ങുകയാണ് ചെയ്തത്. ഓക്കെ സാർ, ഈ മേഖലകളിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാവർക്കും തുടക്കത്തിൽ നമ്മളൊരു പല വെല്ലുവിളികളും ഫേസ് ചെയ്യേണ്ടി വരും. സാർ ഈ മേഖലയിലേക്ക് വന്നപ്പോൾ എന്തായിരുന്നു സാറ് ഫേസ് ചെയ്ത വെല്ലുവിളി? അതുപോലെ തന്നെ ഈ വെല്ലുവിളിയെ സാർ എങ്ങനെ തരണം ചെയ്തു എന്നൂടെ അറിയാൻ താല്പര്യമുണ്ട്. വളരെ സന്തോഷകരമായ ചോദ്യമാണ്. 88 ഈ ഫർണിച്ചർ മേഖലയിലേക്ക് വരികയും 90 ഒരു പ്രിന്റിംഗ് പ്രസ് സ്ഥാപിക്കുകയും ചെയ്തു. അന്നത്തെ കാലത്ത് സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീമിൽ 25,000 ബാങ്ക് ലോൺ കിട്ടുമായിരുന്നു. അന്ന് കൊല്ലം ജില്ലാ വ്യവസായ ജനറൽ മാനേജർ ഉൾപ്പെടെ റെക്കമെൻഡ് ചെയ്തപ്പോഴും അന്ന് ഇന്നത്തെ രീതിയിലുള്ളൊരു സമീപനമല്ല ബാങ്കിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അന്ന് ഈ ഫർണിച്ചർ യൂണിറ്റ് ഉണ്ടായതുകൊണ്ട് ലോൺ തരാൻ ബുദ്ധിമുട്ടെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ കിളിയലൂർ ശാഖ എന്ന് പറഞ്ഞിരുന്നു. അന്ന് ഞാൻ കരുതി ഇനി ബാങ്ക് ലോൺ എടുക്കത്തില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോയത്. ഒരു ബാങ്ക് ലോണും ഇല്ലാതെ തന്നെയാണ് 1997 വരെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോയത്. സാമിൽ ഇടുമ്പോഴും എനിക്ക് ബാങ്ക് ലോൺ ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ അക്കൗണ്ടൻ്റാ പറഞ്ഞ് ഒരു വ്യവസായി ആകുമ്പോൾ ഒരു ചെറിയ ലോൺ എടുക്കണമെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഒരു ചെറിയ ലോൺ എടുത്തത്. അതുകൊണ്ട് ഈ തീയിൽ കുരുത്ത വെയിലത്ത് വളർത്തില്ല എന്നുള്ള രീതിയിൽ എൻ്റെ മുടക്കുമുതൽ എന്ന് പറഞ്ഞ 2,000 രൂപയായിരുന്നു. എൻ്റെ മാതാവിൻ്റെ താലിമല പണയം വെച്ചാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് എനിക്ക് എന്തിനെ അതിജീവിക്കാനുള്ളൊരു കരുത്ത് അതിൽ നിന്ന് കിട്ടുകയുണ്ടായി. ഏറ്റവും കൂടുതൽ വ്യവസായങ്ങളുള്ള മേഖലയാണ് കൊല്ലം ജില്ലയും പരിസര പ്രദേശങ്ങളും. അവിടെ ഒരുപാട് വ്യവസായങ്ങളുണ്ട്. പ്രത്യേകിച്ച് കശുവണ്ടി മേഖലയുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് കൊല്ലം. അങ്ങനെയുള്ള ഈ കൊല്ലം ജില്ലയിൽ വ്യവസായങ്ങൾ പലതും തകർന്നു പോയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു സാർ? കേരളത്തിൽ വ്യവസായങ്ങളുടെ ഈറ്റില്ലമായിരുന്നു കൊല്ലം. ആയിരക്കണക്കിന് കശുവണ്ടി ഫാക്ടറികൾ, 500ഓളം സാമില്ലുകൾ, അതുപോലെ പരമ്പരാഗത തൊഴിൽ മേഖലപ്പെട്ട കയറ്, കൈത്തറി എല്ലാം കൊല്ലം ജില്ലയുടെ ആയിരുന്നു. അതുപോലെ കുണ്ട്രയിൽ കേരളത്തിലെ വ്യവസായ തലസ്ഥാനം എന്നറിയപ്പെടുന്ന കൊച്ചിയെക്കാട്ടിയും കൂടുതൽ വ്യവസായങ്ങൾ നടന്ന കൊല്ലത്ത് കുണ്ട്രയിലായിരുന്നു. അത് അലിൻ്റെ അലൈഡ്, സ്റ്റാർച്ച്, കെമിക്കൽസ്,
കെല്ലുൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഒരു തകർച്ച വന്നു. രണ്ടാമതുണ്ടായത് കശുവണ്ടി മേഖലയിൽ കൊല്ലത്തിൻ്റെ ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നു. ആ ബ്രാൻഡ് അതിനുശേഷം മെക്കനൈസേഷൻ വന്നപ്പോഴത്തേക്ക് ഇവിടുന്ന് വിയറ്റ്നാമിലേക്ക് പറിച്ചു വരേണ്ടതുണ്ടായി. പിന്നെ കൂലി വർധന ഒരു കാരണമായതുകൊണ്ട് തമിഴ്നാട്, ഒറീസ, തെലങ്കാനയിലേക്ക് തന്നെ കശുവണ്ടി മേഖല മാറുകയുണ്ടായി. എനിക്കും തന്നെ കശുവണ്ടി ഫാക്ടറികളുണ്ടായിരുന്നു, തമിഴ്നാട്ടിലോ ആറ്റെങ്കിലും. ഇവിടെ കോവിഡ് കാലഘട്ടത്തിലാണ് ഞാൻ നിർത്തലാക്കിയത്. കാരണം അവിടെ നമുക്ക് സംസ്കരണ ചെലവ് കൂടുതലാണ്. നമ്മുടെ കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നമുക്കൊരു ബാഗിന് 100 രൂപ 110 രൂപ സംസ്കരണ ചെലവ് വരുമ്പോൾ കൊല്ലത്താണെങ്കിൽ 300 രൂപ വരെ ചെലവ് വരുന്നുണ്ട്. അതാണ് കശുവണ്ടി മേഖല കൊല്ലത്ത് നേരിടാനുള്ള ഏറ്റവും വലിയൊരു പ്രയാസം ഉണ്ടായിരുന്നു. സാർ, ഈ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് സാറിന് പ്രചോദനമായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഒരു റോൾ മോഡലായിട്ടോ അല്ലെങ്കിൽ സപ്പോർട്ട് സിസ്റ്റമായിട്ട് ആരെങ്കിലും? അതിലൊരു പ്രത്യേകത, 1999 ഞാൻ ജൂനിയർ ചേംബറിൻ്റെയും റോട്ടറിയുടെയും ഭാരവാഹിയായിരുന്നിട്ടുണ്ട്. 2006 ഞാൻ കൊല്ലം ജില്ലാ KSSAയുടെ കേരള സ്റ്റേറ്റ് സ്മാൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ്റെ ട്രഷറായിട്ട് സ്ഥാനം ഏറ്റെടുക്കുന്നു. 2006 കാലഘട്ടം ആ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയപ്പോഴത്തേക്ക് വളരെ വ്യവസായ പ്രമുഖരുമായിട്ട് പരിചയപ്പെടാൻ എനിക്ക് ഭാഗ്യം കിട്ടി. കേരളത്തിൽ 3200 കോടി ടേൺ ഓവറുള്ള VKC ചപ്പൽ, ബേപ്പൂർ MLA കോഴിക്കോട് മായിരുന്ന VKC മോദുവായ പരിചയപ്പെടാനും അദ്ദേഹം 2008 സ്റ്റേറ്റ് പ്രസിഡന്റ് ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെയോടൊപ്പം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആകാനും കഴിയും. അന്നേരം മറ്റ് ഒരു മേഖലയല്ല കേരളത്തിലെ MSME മേഖല അല്ലെങ്കിൽ ചെറുകിട വ്യവസായ മേഖല കേരളത്തിൽ കൂടുതൽ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാനും കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന് നികുതി കിട്ടാനും ഉതകുന്ന ഗവൺമെൻറ് ഗ്രാൻഡോട് പ്രവർത്തിക്കുന്ന സംഘടന എന്നുള്ളൊരു വിചാരം വന്നപ്പോഴത്തേക്ക് മുതിർന്ന മുൻ സംസ്ഥാന പ്രസിഡന്റുമാരുടെ കൂടെ, അതായത് VKC മുഹമ്മദ് HMLA, KP രാമചന്ദ്രൻ നായർ, ശ്രീ ദാമോദർ അവണ്ണൂർ, ഹാപ്പി ജാമിൻ്റെ ഉടമയായ ഖാലിദ് ഉൾപ്പെടെയുള്ള സംസ്ഥാന പ്രസിഡന്റുമാരോട് എനിക്ക് അവരെ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അതൊരു വലിയൊരു പ്രചോദനമായി. അത്രയും കോടി ടേൺ ഓവറുള്ള വ്യവസായികളോട് വളരെ സിമ്പിളായിട്ട് ഏകദേശം 18 വർഷത്തോളം ഇതിൻ്റെ ഭാരവാഹിത്വത്തിൽ കഴിഞ്ഞു. അന്നേരം അത് കിട്ടിയ ഒരു അനുഭവ സമ്പത്ത് ഞാൻ 2022 സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോൾ 23ാമത്തെ സംസ്ഥാന പ്രസിഡന്റ്. എനിക്ക് വന്നൊരു ഭാഗ്യം 1961 മുൻ വ്യവസായ മന്ത്രി TV തോമസ് തുടങ്ങി വെച്ച ഒരു സംഘടനയാണ്. ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് സംഘടനയാണ്. ഗവൺമെന്റ് ഗ്രാന്റ് തരുന്നുണ്ട് സംസ്ഥാനത്തിനും ജില്ലയ്ക്കും. അന്നേരം കേരളത്തിലെ വ്യവസായ വകുപ്പിന്റെ നോഡൽ ഏജൻസിയായിട്ട് പ്രവർത്തിക്കുക, വ്യവസായ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക, ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെ തന്നെ ആ സേവനം നൽകുന്ന ഒരു സംഘടന എന്നുള്ള രീതിയിൽ അത് കൂടുതൽ എനിക്ക് പ്രചോദനം നൽകി. ആ അനുഭവ സമ്പത്തും മുൻ പ്രസിഡന്റുമാരുടെ കൂടെ പ്രവർത്തിച്ച അനുഭവ സമ്പത്തുമാണ് ഇന്ന് കേരളത്തിൽ വരുന്ന 7 ലക്ഷത്തോളം വരുന്ന MSMEകളുടെ ഒരേ ഒരു സംഘടനയെ അതിൻ്റെ അമരത്തെത്താൻ കഴിയുകയും എന്നാൽ കേരളത്തിലെ 14 ജില്ലയിൽ നിന്നുള്ള വ്യവസായികളുടെ വിഷയങ്ങൾ ഞാനിപ്പോൾ ഈ പ്രസിഡന്റ് എന്ന നിലയിൽ 37 ഗവൺമെന്റ് കമ്മിറ്റി അംഗമാണ്. കൂടാതെ തന്നെ ഞാൻ റെയിൽവേ UCS കൺസൾട്ടേറ്റീവ് കമ്മിറ്റി മെമ്പറുമാണ്. അത് ഇപ്പോൾ ഇന്നലെ തന്നെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഒരു അഡ്വൈസറി ബോർഡിൽ പോലും എന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്നേരം ഏകദേശം ഒരു 37-38 ഗവൺമെൻറ് കമ്മിറ്റിയിൽ വിവിധ കമ്മിറ്റികളിൽ അതിൽ മിനിമം വേജ് അഡ്വൈസറി ബോർഡുണ്ട്, എംപ്ലോയ്മെൻറ്റ് റീജിയണൽ ഡയറക്ടർ ബോർഡ് മെമ്പറാണ് കേരള ലക്ഷദ്വീപിൻ്റെ, കൂടാതെ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ്. അങ്ങനെ ഇങ്ങനെയുള്ള അനുഭവ സമ്പത്തുകൾ നമ്മുടെ നാട്ടിലും നമ്മുടെ ഈ കേരളത്തിന് പ്രചോദനമാകുന്ന രീതിയിൽ ഈ മേഖലയ്ക്ക് പൂർണ്ണമായിട്ടും സമർപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് വന്നത്. അതുകൊണ്ട് അതിൽ മിക്കവാറും അതായത് 90% ഞാൻ സംതൃപ്തനാണ്. സാർ, എങ്ങനെയാണ് സംരംഭവും അതുപോലെ സംഘടനാ പ്രവർത്തനങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാൻ എങ്ങനെയാണ് പറ്റുന്നത്? ഒരു സംരംഭത്തിൽ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് തന്നെ എൻ്റെ സഹോദരങ്ങൾ എനിക്ക് സഹായിക്കുന്നുണ്ട് എൻ്റെ വ്യവസായം നോക്കുന്നതിനകത്ത്. അതുപോലെ സംഘടനാ പ്രവർത്തനത്തിൽ സംസ്ഥാന ഭാരവാഹികളുടെ ഒരു കൂട്ടായ്മയും സപ്പോർട്ടും കൂടുതലായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. സാർ, 24 മണിക്കൂറും ആക്റ്റീവ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. എങ്ങനെയാണ് സാർ ഈ ഫാമിലി ടൈം, അതുപോലെ ഈ ബിസിനസ്സിലെ സമയം, സംഘടനാ പ്രവർത്തനം എല്ലാം കൂടി എങ്ങനെയാണ് ഒരുമിച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുക? സംഘടനയുടെ കാര്യത്തിന് പ്രധാന പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രചോദനം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്കല്ല, ഒരു സമൂഹത്തിനും ഒരു വ്യവസായി കേൾക്കുന്ന സേവനം ഒരു സമൂഹത്തിനാണ് ഗുണപ്പെടുന്നത്. അതുകൊണ്ടാണ് അതിന് മുൻതൂക്കം നൽകുന്നത്.
അതിന് സംസ്ഥാന ഓഫീസുകളുടെ സപ്പോർട്ടും ഉണ്ട്, ഫാമിലിയുടെ സപ്പോർട്ടും. ഫാമിലിയുടെ സപ്പോർട്ടുണ്ട്.